السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. കഴിഞ്ഞ ക്ലാസ്സിൽ മയ്യത്തിന് പാരത്രിക ഗുണം ലഭിക്കുന്ന സംഗതികളായ ഖിറാഅത്തുൽ ഖുർആൻ ആണ് പ്രധാനമായും നമ്മൾ പറഞ്ഞത്. അതിനോട് തുടർന്ന് തന്നെ കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. മയ്യത്തിന് പരലോകത്ത് ഗുണം ലഭിക്കുന്ന സംഗതികളാണ് പറയാൻ ഉള്ളതും. നമ്മുടെ നാടുകളിലൊക്കെ ഒരാൾ മരിച്ച് അയാളെ മറവ് ചെയ്താൽ അന്ന് രാത്രി ഒരു അന്നദാനം നടത്തി ദുആ ചെയ്യിപ്പിക്കുന്ന പരിപാടി ഉണ്ട്. ഇത് ഹനഫികൾ, കേരളത്തിൻ്റെ പുറത്തുള്ള ഹനഫികളും കൂടുതൽ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണിത്. ഇത് ബിദ്അത്താണ്. മരിച്ചാളെ വേഗം പറഞ്ഞ് ഭക്ഷണമുണ്ടാക്കി അതിലേക്ക് ആൾ ക്ഷണിക്കുക എന്നത് ബിദ്അത്താണ് എന്ന് പുത്തനാശയക്കാർ ആക്രോശിക്കാറുണ്ട്. വേണമെങ്കിൽ ചില ആളുകൾ, പുത്തനാശയക്കാർക്ക് ഓശാന പാടുന്ന ചില ആളുകൾ, നൂറുൽ അബ്സാറിൻ്റെ ഒരു ഇബാറത്ത് അതിന് സഹായകമായി കൂട്ടുപിടിക്കുന്നുണ്ട്. അമ്മാ മഅ്തീദ എന്ന് പറഞ്ഞിട്ട് ഒരു ഇബാറത്തുണ്ട് നൂറുൽ അബ്സാറിൽ. 10 കിതാബിൽ ഉള്ളൊരു ചെറിയ നൂറുൽ അബ്സാർ, അതാണ് നൂറുൽ അബ്സാർ. റസൂലുള്ളാഹിൻ്റെ ഫളായിലുകളിലും പറയുന്ന ആ നൂറുൽ അബ്സാർ വേറെയുണ്ട്, അതല്ല ഇത്. അപ്പോൾ ഈ നൂറുൽ അബ്സാറിൻ്റെ ലാസ്റ്റിൽ അങ്ങനെ കാണാം, ജനങ്ങളെ പതിവാക്കി പോന്നു. എന്താണ് ആ പതിവാക്കിയത്? മിൻ സുന്നി ത്വആം, ഭക്ഷണം ഉണ്ടാക്കുക. എന്നിട്ട് വസമ്മിന്നാസി അലൈഹി, ജനങ്ങളെ ആ ഭക്ഷണത്തിലേക്ക് ഒരുമിച്ച് കൂട്ടുക. അത് ബിദ്അത്ത് മദ്മൂമത്താണ് എന്നാണ് അതിലുള്ളത്. അത് ഈ പറഞ്ഞ പരിപാടിക്ക് തെളിവാക്കുക. അത് മരിച്ച ദിവസം മയ്യത്തിന് വേണ്ടി അന്നദാനം നടത്തുക പറഞ്ഞത് അത് തന്നെയല്ലേ? അന്നൊരു പ്രത്യേക ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുറഞ്ഞ ആരെങ്കിലുമൊക്കെ വിളിക്കും. ഒന്നുമില്ലെങ്കിൽ അവൾക്ക് ചിലവിന് വരുന്ന കുട്ടികളുണ്ടാവും. അല്ലെങ്കിൽ നാട്ടിലെ സാധാരണ വീടുകളിലൊക്കെ വരുന്ന മുല്ലാക്കന്മാരുണ്ടാവും. പിന്നെ അടുത്ത വീട്ടിലൊക്കെ ഉള്ള കുറച്ച് ആൾക്കാരൊക്കെ വിളിക്കും. ജമ്മുന്നാസ് എന്ന് പറയാനിപ്പോൾ അത് മതിയല്ലോ എന്നൊക്കെ അവർ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ത്വആം എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്, ഇതിന് സംശയമൊന്നുമില്ല. അയ്യുൽ ഇസ്ലാമി അഫ്ദലു എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഇസ്ലാമിൻ്റെ കാര്യങ്ങളിൽ ഏറ്റവും അഫ്ളലായത് ഏതാ നബിയെ എന്ന് ചോദിച്ചപ്പോൾ ഒരു സമയത്ത് പറഞ്ഞ മറുപടിയിൽ ഇത്ആമുത്ത്ആം എന്ന് കാണാം, ഭക്ഷണം കൊടുക്കുക. അത് വലിയ ഒരു സംഗതി തന്നെയാണ്. അതാ ചില ആളുകളൊക്കെ അവരെ വീട്ടിലെത്തിയാൽ ഏത് ഭക്ഷണത്തിൻ്റെ സമയത്താണ് എത്തിയത് അപ്പത്തെ ഭക്ഷണം കൊടുക്കും, അതിലൊരു ബഹുലുമില്ല. അങ്ങനത്തെ എത്ര സ്വാലിഹ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഇത്ആമുത്ത്ആം എന്ന് പറഞ്ഞ വലിയൊരു സംഗതിയാണ്. ഇത് മരിച്ചെന്ന് എന്നൊന്നുമില്ല. അപ്പം അങ്ങനെ ഇത്ആമുത്ത്ആം വലിയൊരു സവാബുള്ള അമലാകുമ്പോൾ ആ അമലിൻ്റെ സവാബിനെ മരിച്ച ആളിലേക്ക് ഈസാൽ ചെയ്തു കൊടുത്തു ആർക്കാം. എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ, അത് ഏത് അമലും അങ്ങനെയാണ്. ചെയ്തിട്ട് ആ അമലിൻ്റെ സവാബിനെ അവരിലേക്ക് എത്തിക്കാം വേണ്ടി ദ്വാരക്കുക. എന്നാൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് തന്നെ നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആസിം ഇബ്നു കുലൈബിൽ നിന്നുള്ള ഹദീസ് അബൂദാവൂദ് നിവേദനം ചെയ്തിട്ടുണ്ട്. ആ ഹദീസ് നമ്മൾ സാധാരണ ഓതുന്നൊരു കിതാബാണ് മിഷ്കാത്തുൽ മുസാബിഹ്. അതിൻ്റെ 544 പേജിൽ പഴയ നുസ്ഖ ഈ ഹദീസ് ഉദ്ധരിച്ച് കാണാം. മിഷ്കാത്തിൽ എന്താണത് സംഭവം? ആസിം ഇബ്നു കുലൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഇബ്നു കുലൈബ്, ആസിം കുലൈബിൻ്റെ മകനാണ്. അപ്പോൾ ആസിം ഉദ്ധരിക്കുന്നത് കുലൈബിനെ തൊട്ട്. എന്താണ് ആ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുറച്ചാളുകളും ഒരു മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മറമാടൽ കർമ്മം തന്നെ. അപ്പോൾ നബി തങ്ങൾ കുറേ ക്ഷീണിച്ചു കാണും, സ്വഹാബത്തും ക്ഷീണിച്ചു കാണും. അപ്പം അവർക്കൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക നല്ല സംഗതിയാണെന്ന് മനസ്സിലാക്കി ഒരു പെണ്ണ് റസൂലുള്ളാഹിനെ ക്ഷണിക്കാൻ വേണ്ടി ആളയച്ചു. ഏതാണ് പെണ്ണ്? ഈ മരിച്ച ആളുടെ ഭാര്യയാണ്. ഫജാഅ ദാഇ ഇംറഅത്തിഹി എന്നാണ് ഹദീസിലുള്ളത്. ആ മരിച്ച വ്യക്തിയുടെ ഭാര്യയുടെ ഭാഗത്തു നിന്ന് ആ ദായി വന്നത്, ക്ഷണിക്കാൻ ആൾ വന്നത്. അവ മരിച്ച വീട്ടിലെ മരിച്ച ആളുടെ ഭാര്യ ഒരാളെ പറഞ്ഞയച്ചു. ഇതാണ് ഹദീസിൻ്റെ നേർക്കുന്ന ഒരു മാന. അതിപ്പോൾ പുതിയ നുസ്ഖയിൽ അട്ടിമുറടുത്തിയാണ്. ഫജാഅ ദാഇ ഇംറഅത്തിൻ കിർഹി, എത്രയേ ഉള്ളൂ, തോന കക്കണമെന്നില്ലല്ലോ, കുറച്ച് കെട്ടാൽ മതിയല്ലോ. ഹദീസിൻ്റെ ഹി കട്ട് കളഞ്ഞു. അപ്പം എന്തായി? ഫജാഅ ദാഇ ഇംറഅത്തിൻ, ഏതോ ഒരു പെണ്ണ് ഒരു ദായിനെ അയച്ചു എന്നോ, മരിച്ച ആളുടെ വീട്ടിലത്തെ മരിച്ച ആളുടെ ഭാര്യ എന്നൊന്നും പേരർത്ഥമില്ല. ദാഇ ഇംറഅത്തിൻ എന്നാകുമ്പോൾ ദാഇ ഇംറഅത്തിഹി എന്ന് പറയുമ്പോൾ ആ മരിച്ച ആളുടെ ഭാര്യ തന്നെ. അപ്പം നമുക്ക് തെളിവാകും. ആ തെളിവാകാതെക്കാരാണ് ഏതോ ഒരു പെണ്ണ് റസൂലുള്ളാഹിനെ ക്ഷണിക്കാൻ വേണ്ടി അയച്ചു എന്നല്ലേ ഉള്ളൂ.
എന്ന് വരുത്താനാണ് ഹീ കളഞ്ഞത്. ഏതെങ്കിലും ആവട്ടെ, നമ്മളെ ഹദീസിലുള്ളത് പറയാം. അപ്പം അങ്ങനെ അവിടുത്തെ മറുമാടൽ കർമ്മമൊക്കെ നടത്തി. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആ മറുമാടുമ്പോൾ കുഴി കിടക്കുന്ന ആളോട് ഇങ്ങനെ ഓരോ സംഗതികളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഹദീസിലുണ്ട്. നമ്മളിപ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം അതല്ലല്ലോ, അതുകൊണ്ട് അതിലേക്ക് കിടക്കണില്ല. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഈ കർമ്മമൊക്കെ കഴിഞ്ഞപ്പോൾ ആ ദായി വന്നിട്ട് പറഞ്ഞു, ഇവരെ വീട്ടിലേക്ക് ഒന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്, തങ്ങളോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞയച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തങ്ങളോടം വരെ വരണം. അപ്പം നബി തങ്ങൾ എന്നാൽ പോവാം. പോയി. അപ്പോൾ പോകുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ കൂട്ടിന് വേണ്ടി കുറച്ച് ആൾക്കാർ റസൂലുള്ള കൂട്ടും ചെയ്തു. അപ്പോൾ അവിടെ ഒരു ഫിഖിയായ മസല, അതിൽ നിന്ന് നമ്മൾ അയിമത്ത് പിടിച്ചു. എന്താ, ഒരാളെ ക്ഷണിച്ചിട്ടുള്ളെങ്കിലും ആ ആള് മൂപ്പരെ കൂടെ ഉണ്ടാകുന്ന ആൾക്കാരെയും കൂട്ടിപ്പോകുന്നത് കൊണ്ട് ആ വീട്ടിലേക്ക് വെറുപ്പുമില്ല. അപ്പം ക്ഷണിക്കാൻ പോലെ ക്ഷണിച്ചിട്ടില്ലെങ്കിലും ഇയാളെ ഈ ക്ഷണം തന്നെ മതി അവർക്കും പോകാൻ. കാരണം മാന്യതെല്ലാം ചോദിക്കുമോ, നിങ്ങളെ ആരെയും ക്ഷണിച്ചു, നിങ്ങളെന്തിനെ വന്നു എന്ന് ആരും ചോദിക്കൂല. പ്രത്യേകിച്ചൊരു പ്രധാനപ്പെട്ട ആളെ ഭക്ഷണത്തിന് വിളിച്ചാൽ അയാളെ കൂടെ ഉറപ്പല്ലേ ആളുണ്ടാവില്ലേ ആരെങ്കിലുമൊക്കെ. ഒറ്റക്ക് അങ്ങനെയാണ് പോലില്ല. എങ്കിലാവട്ടെ അങ്ങനെ നബിയും ആ കൂട്ടുകാരും അവിടെ ചെന്നു, ഭക്ഷണം കഴിച്ചു. ഇതൊക്കെയാണ് അപ്പോൾ സംഭവം. ഇത് മിഷ്കാത്തിൽ പറഞ്ഞപ്പോൾ മിഷ്കാത്തിന് ഹാഷ് എഴുതിയ ആളാണല്ലോ മുല്ല അലിയുൽ ഖാരി റഹ്മഹുല്ലാ. മുല്ല അലിയുൽ ഖാരി ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മരിച്ച ആൾക്ക് വേണ്ടി താമ് ചെയ്യൽ സുന്നത്താണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് എന്നാൽ പിന്നെ ചില ഫിഖിൻ്റെ കിതാബിലൊക്കെ ഇങ്ങനെ കാണുന്നതോ എന്ന് വെച്ചിട്ട്, അപ്പം നമ്മൾ നൂറ് അബ്സാറിലൊക്കെ ഉള്ളതൊക്കെ കൈപ്പെട്ടു. അത് ഫനൗൻ ഹാസുൻ, അതൊരു പ്രത്യേക ഇനം ഭക്ഷണം കൊടുക്കല. അതൊരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ആ ഭക്ഷണം കൊടുക്കൽ നിയാഹത്ത് നടത്തുന്ന മരിച്ച ആൾക്ക് വേണ്ടി കരച്ചിൽ നടത്തുക, അങ്ങനെ ഒരു അന്ധവിശ്വാസക്കാരുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ആർക്കും ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ മയ്യത്തിൻ്റെ ശാപം നമുക്കുണ്ടാവും. അതുകൊണ്ട് ശാപം തീർക്കാൻ വേണ്ടി ഭക്ഷണം കൊടുക്കുക. ഇതൊക്കെ ഓരോ പ്രത്യേക ഹാസാണ്. ഇതിനെപ്പറ്റിയാണ് ആ പറയുന്നത്. അങ്ങനത്തെ ഒന്നുമില്ലാതെ ഈ ത്വാമുത്താം ഇസ്ലാമിൻ്റെ ഒരു വലിയ നല്ല സംഗതിയാണ്, പുണ്യമുള്ള കാര്യമാണ്. വലിയ സവാബ് അല്ലാഹു തആല കൊടുക്കും. മരിച്ച ആൾക്ക് വേണ്ടി ആ സവാബുള്ള അമൽ ചെയ്ത് അതിൻ്റെ സവാബിനെ അവിടേക്ക് ഈസാൽ ചെയ്യാൻ ചേർത്തി കൊടുക്കുക. ഈ ഉദ്ദേശത്തിലാവുമ്പോൾ ഈ പറഞ്ഞില്ലത് പെടൂല. നമ്മൾ നടത്തുന്ന ഈ പറഞ്ഞതാണ്. ആ നൗഉൻ ഹാസ എന്ന് പറഞ്ഞത് നമ്മൾ നടത്തണില്ല. ശാപം തീരാൻ വേണ്ടി അല്ലെങ്കിൽ ആയിഹത്തിന് വേണ്ടി ഭക്ഷണം കൊടുക്കുക, അതൊന്നുമില്ല നമ്മൾ നടത്തുന്നത്. മരിച്ചയാളുടെ പാരത്രിക ഗുണത്തിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്ന അമലാണ്. ഇനി വേറെയും നമുക്ക് തെളിവുകൾ കാണാൻ കഴിയും.
ബഹുമാനപ്പെട്ട അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു സഹാബിയല്ലേ, സഹാബിയുൻ ജലീൽ, സാഹിദീങ്ങളെ നേതാവാണ്. വലിയ സുഹുദിൻ്റെ ആളായിരുന്നു മൂപ്പര്. മൂപ്പര് ഫക്കീറാണ്, വളരെ ഫക്കീറാണ്. അങ്ങനെയല്ലേ അല്ലാഹു തആല എല്ലാ ഏതിലും അങ്ങനെ രണ്ട് തിരക്കാരെ കാണും, ഫക്കീർ ഒനീജ്, മുതലാളി. അപ്പോൾ അമ്പിയാക്കളിലുണ്ട് ഫക്കീർമാരും മുതലാളിമാരും അല്ലേ. ദാവൂദ് നബി അലൈഹിസ്സലാം രാജാവാണ്, മുതലാളി അവനെ പറയണ്ട. അവരുടെ മകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം ഒട്ടാകെ ഭരിച്ച രാജാവാണ്. ഇതിലെ ചെറിയൊരു പഞ്ചായത്തിൻ്റെ ഒരു വാർഡറ്റ് കിട്ടിയാണല്ല. ഇതില നമ്മളെ ഇവിടുത്തെ ഈ രാഷ്ട്രീയക്കാരൊക്കെ അത് മതി, പഞ്ചായത്തിൻ്റെ ഒരു വാർഡ് എല്ലി ജയിച്ച് വന്നാലും എന്തൊരില്ല വലിയ സംഗതിയായി അവർക്ക്. ഇതില മൂപ്പര് ലോകം ഒട്ടാകെ ഭരിച്ച 4 ആളുകളിൽ 2 മുസ്ലിമീങ്ങളും 2 അമുസ്ലിങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ 4ൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം. അപ്പം ഇങ്ങനെ മുതലാളിമാരുണ്ട്, വളരെ പാവപ്പെട്ടവരുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമൊക്കെ തനിച്ച് ഫക്കീറായിരുന്നു. അമ്പിയാക്കളുടെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ട്. ഇനി സ്വഹാബത്തിലും ഇല്ലേ അങ്ങനെ 2 തിരക്കാർ. അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഷറഫുള്ളവർ സ്വഹാബാക്കളാണ്. സ്വഹാബാക്കളിൽ വലിയ മൂലമുണ്ട്. ഇല്ല, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 3ാം ഖലീഫയാണ്. ഇസ്ലാമിന് ഒരൈശ്വര്യമൊക്കെ വന്ന കാലഘട്ടം മൂപ്പര ഭരണകാലമായിരുന്നു. മനസ്സിലാ? അങ്ങനെയാണ്. ഇന്നിപ്പോൾ മുതലാളി ആകല ഭരണകർത്താവായാൽ. മനസ്സിലാ? ഇതങ്ങനല്ല. മുതലാളി ആയ ആൾ ഭരണകർത്താവായപ്പോൾ നാട്ടുകാർക്കും അതിൻ്റെ ഒക്കെ ഗുണം കിട്ടി. അങ്ങനത്തെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ മുതലാളിയല്ലേ. പിന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പെരും മുതലാളിയാണ്, വലിയ മുതലാളിയാണ്. അപ്പം അങ്ങനെ 2 തിരക്കാർ സഹാബത്തിലുമുണ്ട്. ഇതില അതേമാതിരി ഔലിയാക്കളിലുണ്ട്. നല്ല മുതലാളിമായ ഔലിയാക്കളുണ്ട്. മുതലുണ്ട് വെച്ചിട്ട് വിലായത്തിനെതിരൊന്നുമില്ല. അയാൾ വലിയ ഔലിയൊക്കെയാണ്, ഒരുപാട് സ്വത്തുമുണ്ട് അയാൾക്ക്. അത് രണ്ടും കൂടി എന്താ വൈരുദ്ധ്യം? അത് വൈരുദ്ധ്യമൊന്നുമില്ല. അങ്ങനത്തെ മുതലാളി ആയിരിക്കത്തന്നെ ഇയാൾ സാഹിദായിരിക്കാം. സാഹിദ് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ആൾ നല്ലവനെന്താ? വസ്ഹദ് വദാ ഫഖ്ദുൻ അലാഖത ഖൽബിക ലിൽമാലി ലാ ഫഖ്ദുൻ ലഹു തകു അഖലാ. ബഹുമാനപ്പെട്ട മഹ്ദൂദങ്ങൾ പറഞ്ഞു, ഉസ്ഹദ്, നീ സാഹിദായിക്കോ. എന്താ സുഹൃത്ത് പറഞ്ഞാൽ നിന്റെ കൽബിൻ്റെ ആ കെട്ടുബന്ധം മാലയിട്ടാണ്ട് ഇല്ലാണ്ടാക്കുക. ലാ ഫഖ്ദുല്ലഹു, മാലുണ്ടാകാൻ പാടില്ല എന്നല്ല, മാലയിട്ട് എൻ്റെ കൽബിൻ്റെ ആ ഒരു കെട്ടുബന്ധം ഉണ്ടല്ലോ, അത് കൽബതേറ്റ് കെട്ടുപണിഞ്ഞ വെക്കുക. അത് വേണ്ട. മുതലുണ്ടായിക്കോട്ടെ, ലാ ഫഖ്ദുല്ലഹു. അപ്പോൾ എത്രയോ ആൾക്കാർ വലിയ സാലിഹ്യങ്ങളാണ്, കണ്ടമാനം മുതലുമുണ്ട്. അവർക്കതിന് ബന്ധങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾക്ക് ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട കൈപ്പറ്റ മലയിൽപ്പാപ്പ ബഹുമാനപ്പെട്ട ബീരാൻകുട്ടി മുസ്ലിയാർ റഹ്മഹുല്ലാഹ് വലിയ മുതലാളിയാണ്.
ആ മുതലേറ്റൊന്നും മൂപ്പർക്കൊരു ബന്ധവുമില്ല. അതിൻ്റെ കൈകാര്യങ്ങളൊക്കെ ഒരു മകണ്ട്, മൂപ്പർ നോക്കണേ നോക്കിക്കോട്ടെ അത്ര. മൂപ്പര് ദർശനത്താം. അപ്പോൾ നാട്ടിൽ വന്നാൽ ശനിയാഴ്ച രാവിലെ ദർശനയ്ക്ക് പോയി. ഇങ്ങനെ ദർശനം തന്നെ. അതെന്താ ഇമാമ് പറഞ്ഞില്ലേ, ഹൈമാലിൽ വെച്ച് ഏറ്റവും വലിയ അഫ്ളൽ താഴ്ത്തപ്പെട്ടല്ലേ അൽ ഇഷ്തിഗാലു ബിൽ ഇൽമി. ഇൽമുകൊണ്ടുള്ള ശുഗലാകുക പറഞ്ഞാൽ അതിൻ്റെ തഅലീമും പെട്ടു തഅല്ലുമും പെട്ടു. ആ ബഹുമാനപ്പെട്ടവർ തഅലീം നടത്തിയിരുന്ന കാലത്ത് അങ്ങനെ ഒരു ദിവസം ഒഴിവാവില്ല. അതിൽ തന്നെ മൂപ്പര ജോലി സംഗതിയൊക്കെ. മാലിയായ സംഗതികളൊന്നും മൂപ്പര ശ്രദ്ധിക്കാറില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹിദായിരുന്നു ആര്? അതപ്പോൾ പറഞ്ഞു തന്നത് അബൂദരിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അങ്ങനെ മൂപ്പർക്ക് മരണത്തോടടുത്ത സമയത്തിയപ്പോൾ വയ്യായിയൊക്കെ വന്ന് ഇനിയിപ്പോൾ ഇതിൽ രക്ഷപ്പെടുക, വഫാത്താവും, മരിക്കും എന്നൊക്കെ വന്നപ്പോൾ മൂപ്പര് സാധുവാണല്ലോ. അവിടെ മൂപ്പർക്ക് ഈ ക്രിയകളൊക്കെ നടത്താൻ ഒന്നും ആരുമില്ല, ആൺകുട്ടികളും ഇല്ല, 3 പെൺകുട്ടികളുള്ളൂ മൂപ്പർക്ക്. ശരി. അപ്പം ഈ പെൺകുട്ടികളോട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ നിങ്ങൾ മയ്യത്ത് വലിയ ഊടുവഴീൻ്റെ വലിയ വഴീൻ്റെ പക്കത്തിൽ കൊണ്ടുവച്ചിട്ട് കാഫിലക്കാരിങ്ങനെ പോയി കൂടെ, കച്ചവടക്കാരും പലരും ഒക്കെ പോവും. അപ്പം നിങ്ങൾ വിളിച്ചു പറയണം, ഹാദിഹി ജനാസത്തു സുഹാബിയ്യിൻ മിൻ അസ്ഹാബി റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിൽപ്പെട്ട ഒരു സ്വഹാബിയുടെ ജനാസയാണിത്. അപ്പം ആരെങ്കിലും ഏറ്റെടുത്തുകൊള്ളും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, കുറച്ച് ആളുകൾ വരും, അവരായിരിക്കും എൻ്റെ മയ്യത്തിൻ്റെ സംസ്കരണങ്ങളൊക്കെ നടത്തുക. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ വിട്ടുകൊടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ പറഞ്ഞ മാതിരി വന്നത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകളാണ്. 33 ആളുണ്ടായിരുന്നു എന്നൊക്കെ ചില റിവായത്തിൽ ഉണ്ട്. അങ്ങനെ അവർ മയ്യത്ത് ഏറ്റുവാങ്ങി മയ്യത്തിൻ്റെ സംസ്കരണം, മയ്യത്ത് നിസ്കാരം, ഖബറക്കലും സംഗതിയൊക്കെ കഴിഞ്ഞ് ഓല് നമ്മളെ വീട്ടിൽ വരും. അപ്പോഴേക്ക് അവർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആര് തന്നെ വസിയത്ത് ചെയ്തിരുന്നു. മരിക്കണേ മുമ്പത്തെ വസിയത്തൊക്കെ പറഞ്ഞ മാതിരി തന്നെ മരിക്കാനായപ്പോൾ ഇങ്ങനെ ഇവരതിനൊക്കെ സന്നദ്ധരായി. കഴിവൊന്നുമില്ല. ഒരാടും കുട്ടി ഉണ്ടായിരുന്നു. അതിനാണിപ്പോൾ ആ പറഞ്ഞ അതിഥികൾ വരുമ്പോൾ അവർക്ക് ഭക്ഷണത്തിന് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അങ്ങനെ അവർക്ക് പത്തിരിയും റൊട്ടിയൊക്കെ ഉണ്ടാക്കി ഈ ആടിനറുത്ത് അതിൻ്റെ മാംസം കൊണ്ട്, ആട്ടുമാംസം കൊണ്ട് അതിലേക്ക് കൂട്ടാനൊക്കെ ഉണ്ടാക്കി പറഞ്ഞ മാതിരി അവർ മയ്യത്ത് സംസ്കരണമൊക്കെ കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വന്നു. അവർ അവിടെ വെച്ച് ഭക്ഷണമൊക്കെ വെച്ചു. ഇത് നേരത്തെ പറഞ്ഞ വിദ്യായത്തിൽപ്പെട്ടതല്ല, ജമ്മുന്നാസ് ചെയ്ത് കണ്ട ആൾക്കാരെ ഭക്ഷണത്തിന് വ്യക്തിയാണ് ചെയ്യപ്പെട്ടതല്ല. ഇതിപ്പോൾ ഒരു ഇത്രയും വലിയൊരു വിഷയമായതുകൊണ്ടാണല്ലോ അല്ലേ. അപ്പോൾ ഈ ചരിത്രം ബഹുമാനപ്പെട്ട
ഇബ്നു ജരീർ തൊബരിയുടെ വലിയൊരു താരീഖ് ഗ്രന്ഥമുണ്ട്, ചരിത്ര ഗ്രന്ഥം, താരീഖുൽ ഉമമ്മി ഉൽ മുലൂക്ക് എന്നാണ് ഇതിന് പറയാം. ആ കിതാബിന് അതിൽ ഈ ചരിത്രം വിശദമായി പറഞ്ഞിട്ടുണ്ട്. താരീഖുൽ ഉമമി ഉൽ മുലൂക്ക്, താരീഖുൽ തൊബരി എന്നും പറയും. അപ്പം ഇങ്ങനെ മരിച്ച ആൾക്ക് വേണ്ടി, ആ ഉഹ്റവിയായ ഗുണത്തിന് വേണ്ടി ഈ ത്വഅമുത്ത്വഅം, ഭക്ഷണം കൊടുക്കുക, അത് തെറ്റുള്ള സംഗതിയൊന്നുമല്ല. ഒരു തെറ്റായിട്ട് ചിലർ പറയുന്നത് ശരിയല്ല. മരിച്ച വീട്ടിൽ മരിച്ച അന്ന് മയ്യത്തോടെ കിടക്കെ അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരു നല്ല സംഗതിയൊന്നുമല്ല. ഒരാൾ മരിച്ച് കിടക്കുകയാണ്, അവിടെ അങ്ങനെ വരുന്നവർക്കൊക്കെ വന്നപാട് കാലിച്ചായ കൊടുക്കുക, കല്യാണത്തിന് എന്നായി ചെന്നപാട് സർവ്വത്തോർക്കൂലെ കല്യാണത്തിന് എന്ന മാതിരി ഒരു സമ്പ്രദായം ചിലവിടത്ത് കാണുന്നുണ്ട്. അതൊരു നല്ല സംഗതിയല്ല. അതേ സ്ഥാനത്ത് പഴയ കാലത്ത് നമ്മളെ ആലിമീങ്ങളൊക്കെ അംഗീകരിച്ച സംഗതി ചെയ്യുന്നു. ഇന്നത്തെ പോലെ വണ്ടിയും വാഹനമൊന്നും ഇല്ല പഴയ കാലത്ത്. അപ്പം മരിച്ചെടുത്ത് വരുന്നതൊക്കെ ദൂരത്തുനിന്ന് നടന്ന് വരില്ല, നടന്ന് വന്ന് ഇവിടെ നിന്നാവുമ്പോൾ കുഴങ്ങിയിട്ടുണ്ടാവും. അപ്പം ഈ മരിച്ച വീടിൻ്റെ അടുത്ത ഏതെങ്കിലും വീട്ടിൽ നല്ല കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ദൂരത്ത് നിന്ന് വന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഓല മാത്രമല്ല ഓലൊക്കെ പരിഗണിച്ചാണത്, അങ്ങനെ കഞ്ഞിക്ക് വിളിക്കും. അപ്പോൾ ഒരു ഉച്ചക്കാവുമ്പോൾ ഒരു 11 മണി 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ. ഇന്നത്തെ മാതിരി പെട്ടെന്നെത്താനുള്ള സൗകര്യങ്ങളും വാഹനങ്ങളൊന്നും ഇല്ല. അപ്പം അങ്ങനെ ഉണ്ടാവുള്ളൂ. അങ്ങനെ കൊടുത്തിരുന്നു. അതും ഇപ്പം ഈ പറഞ്ഞ മാതിരി വന്നവരുടെ വിഷമവും ഓല വിഷമവും ഒക്കെ കണക്കിലാക്കി കൊടുക്കുന്നതാണ്. അതിൽ തെറ്റൊന്നുമില്ല. ഇപ്പം നമ്മളെ ആലിമീങ്ങൾ തന്നെ അത് അംഗീകരിച്ച് പോന്നിരുന്നൊരു സംഗതിയാണ് പഴയക്കാലത്ത്. അതല്ല, അതിപ്പോൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ നൂറുൽ ഉസ്താദിലൊക്കെ പറഞ്ഞ പോലെ ഉള്ള ആ വിധേയത്തിൽപ്പെട്ടതല്ലത്. ഒരു മാമൂലോ അല്ലെങ്കിൽ പിന്നെ മയ്യത്തിൻ്റെ ശാപം പോകാൻ വേണ്ടി ചിലവാക്കണതോ അതൊന്നുമല്ല. ഉഹ്റവിയായൊരു ഗുണമാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നല്ല സംഗതിയല്ലേ, ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ. പഴയ കാലത്ത് ജനങ്ങൾക്ക് അതിലൊക്കെ വലിയ വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് പഴയ ആളുകൾ പോകുന്ന വഴിയിൽ വെള്ളം കുടിക്കാനുള്ള വെള്ളം വെച്ചിരിക്കും. അത് തന്നെ ഒരു വലിയ സംഗതിയാണ്. ഇന്നത്തെ മാതിരി കാറൊന്നുമല്ലല്ലോ, നടന്നു പോണ വഴിയായിരിക്കും. അപ്പോൾ നടന്നു പോകുമ്പോൾ ദാഹിക്കുക എന്ന് കണ്ടാൽ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാനുള്ള വെള്ള സൗകര്യം വെച്ചിട്ടുണ്ടാവും. കാലികൾ തന്നെ അങ്ങനെ നമ്മൾ വിട്ടാക്കിയ കാലികളുണ്ടാവും, നാൽക്കാലികൾ. ഐറ്റങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം സ്ഥലം അത് വേറെ ഉണ്ടാവും. അതൊക്കെ പഴയ കാലങ്ങളിലുള്ള സമ്പ്രദായങ്ങളാണ്. അതൊക്കെ വലിയ പുണ്യമുള്ളതാണെന്ന് വെച്ചിട്ടാണ് ചെയ്യണത്. പുണ്യമുള്ളതിനാണ് താനും. അപ്പം ഇതെല്ലാം മയ്യത്തിന് ഗുണകരമായ സംഗതികളാണ്. ഇതൊന്നും ചില സമ്പ്രദായങ്ങളാക്കി മാറ്റി അല്ലെങ്കിൽ മാമൂലാക്കി മാറ്റേണ്ട ആവശ്യമില്ല. ആഖിറത്തിൽ സവാബ് കിട്ടുന്ന സംഗതികൾ തന്നെയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയം കൂടി പറയാനുണ്ട്. ഇന്നിപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ പരിപൂർണ ഈമാനോട് മരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. മരിച്ചതിന് ശേഷം നമുക്ക് ആഖിറത്തിലേക്ക് വലം ചെയ്യുന്ന നല്ല നല്ല സംഗതികൾ ചെയ്യാൻ നമ്മുടെ ശേഷക്കാർ അവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.